അസ്സലാമലൈക്കും. വളരെ ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്കൊക്കെ പോകാൻ പറ്റിയിട്ടുള്ളൊരു സ്പോട്ടാണ് കക്കാടംപൊയിൽ. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സായിട്ട് പോയിട്ട് വളരെ ചെറിയ ബഡ്ജറ്റായിട്ടുള്ളത്, നിങ്ങൾക്ക് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് പോയാൽ വളരെ ചെറിയ ബഡ്ജറ്റിൽ പോയി വരാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. നമ്മൾ കോഴിക്കോട് നിന്നാണ് ഈ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. കോഴിക്കോട് നിന്ന് KSRTC മുക്കത്ത് പോയി, മുക്കത്ത് നിന്ന് പിന്നെ ഡയറക്റ്റ് കക്കാടംപൊയിലേക്കുള്ള ബസ്സുണ്ട്. അപ്പോൾ നമ്മൾ മുക്കത്തെത്തിയ സമയത്ത് ചെറിയൊരു സ്നാക്സും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് കേട്ടോ കക്കാടംപൊയിലേക്കുള്ള ഡയറക്റ്റ് KSRTC കയറിയിട്ട് അവിടെ പോയി ഇറങ്ങുന്നത്. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ കക്കാടംപൊയിൽ എത്തിയിട്ടോ. അവിടുന്ന് നമ്മൾ ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിക്ക് പോവുകയാണ്. നമ്മൾ മിസ്റ്റി ഹൈഡ് ഔട്ട് എന്ന് പറയുമ്പോൾ നല്ല രസമുള്ള ഒരു പ്രോപ്പർട്ടിയിലാണ് കേട്ടോ റൂംസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരുപാട് ടൈപ്പിലുള്ള സ്റ്റേസ് അവൈലബിൾ ആണ്. നമ്മൾ നിന്നത് 4500 റേറ്റ് വരുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെ തന്നെ ഒരു ബാൽക്കണി, ഒരു റൂം, ഒരു ടോയ്ലറ്റൊക്കെ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയിലാണ് കേട്ടോ നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 4500 ആണ് നമുക്ക് ടോട്ടൽ റേറ്റ് വന്നത്. പിന്നെ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് നല്ല കോഫിയൊക്കെ ഇട്ട് കുടിച്ച് നമ്മൾ നേരെ പ്രോപ്പർട്ടിയിലുള്ള കുറച്ച് ഏരിയാസ് കാണാൻ ഇറങ്ങിയിട്ടാ. ഇന്ന് നമ്മൾ കാര്യമായിട്ട് പുറത്തൊന്നും പോയില്ല, ജസ്റ്റ് ഇവിടെ അടുത്തുള്ള ഏരിയാസൊക്കെ ഇങ്ങനെ കാണിയിരുന്നു. ഈ പ്രോപ്പർട്ടിയിൽ തന്നെ നല്ലൊരു ഗെയിമിങ് ഏരിയയും അതുപോലെ ഒരു ഡൈനിങ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ മൊത്തം നമ്മളിങ്ങനെ നടന്ന് കണ്ടേ. സൺസെറ്റിൻ്റെ ആ ഒരു ടൈമായപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഈ കാഴ്ച കാണാൻ. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കുന്ന തിരക്കിലായിരുന്നു. രാത്രി നമ്മൾ നല്ല പൊറോട്ട, ചിക്കൻ ഫ്രൈയും നെയ്ച്ചോറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം ഗെയിംസൊക്കെ കളിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കിടന്നുറങ്ങിയത്. അത്യാവശ്യം നേരത്തെ ഉറങ്ങി, വേറെ ഒന്നുമല്ല, നമുക്ക് നേരത്തെ എണീറ്റ് ഒരുപാട് സ്പോട്ടിൽ പോകാനുണ്ട്. അപ്പോൾ പുലർച്ചെ ടൈമിൽ നമ്മൾ എണീറ്റിട്ടുണ്ട്. പുലർച്ചെന്ന് പറയാനാവില്ല, ഒരു 6-7 മണിയാകുമ്പോൾ തന്നെ അത്യാവശ്യം വെളിച്ചം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പൊതിഞ്ഞ് പിടിച്ച് നേരെ പോയത് അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുരിശുമല എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ. അത്യാവശ്യം ദൂരം നമുക്കിങ്ങനെ ട്രക്ക് ചെയ്ത് പോകാനുണ്ട്. പിന്നെ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേന് അത്യാവശ്യം വെയിലുമായി. അങ്ങനെ വ്യൂ പോയിൻ്റൊക്കെ കണ്ട് ആസ്വദിച്ച് അവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ടോ. നെക്സ്റ്റ് നമ്മൾ പോയത് കോഴിപ്പാറ വാട്ടർഫോളിലേക്കാണ്. ഇവിടെ ചെറിയൊരു എൻട്രി ഫീ മാത്രമേ ഉള്ളൂ കേട്ടോ, ചെറിയ റേറ്റേ വരുള്ളൂ. നല്ല രസമുള്ള വാട്ടർഫോളായിരുന്നു. നമ്മൾ ഒരുപാട് നേരം ഇവിടുത്തെ വെള്ളത്തിൽ കളിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ നമ്മൾ പോയത് അവിടെ ഉള്ള ഒരു അഡ്വഞ്ചർ പാർക്കിലേക്കായിരുന്നു. ഇവിടെ നമ്മൾ ഏതാണ് റൈഡ് ചൂസ് ചെയ്യുന്നത് അതിൻ്റേതായ റേറ്റാണ് കേട്ടോ അവിടെ വരിക. ഭയങ്കര കോസ്റ്റൊന്നുമില്ല, ചെറിയ രൂപയുള്ള 50, 60, 100 രൂപയൊക്കെ ഉള്ള കുറച്ച് റൈഡ്സ് ഉണ്ട്. നമ്മളിത് ഇങ്ങനെ ഒരു റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. ട്രെയിനിലാണ് തിരിച്ച് യാത്ര പോയത്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണ്. അപ്പോൾ വീഡിയോയുടെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ.